നമസ്കാരം. അമേരിക്കൻ രാഷ്ട്രീയ ചരിത്രത്തിൽ വിവാദങ്ങൾക്കും വിഭജനങ്ങൾക്കും പേരുകേട്ട വ്യക്തിയാണ് ഡൊണാൾഡ് ട്രംപ്. അദ്ദേഹത്തിന്റെ അധികാരകാലം ആരംഭിച്ചതിനു ശേഷം അമേരിക്കയുടെ ആഭ്യന്തരവും അന്താരാഷ്ട്രവുമായ പ്രതിച്ഛായയിൽ ഉണ്ടായ മാറ്റങ്ങൾ ഗൗരവത്തോടെ വിലയിരുത്തപ്പെടേണ്ടവയാണ്. ഇന്ന് അമേരിക്കയിലും യൂറോപ്പിലുമായി നടക്കുന്ന നോക്കിങ്സ് പോലുള്ള പ്രതിഷേധങ്ങൾ ഈ അസന്തോഷത്തിന്റെ പ്രത്യക്ഷ രൂപമാണ് എന്ന് വേണം വിലയിരുത്താൻ. ട്രംപ് ഭരണകൂടത്തിനെതിരെ യുഎസിലുടനീളവും യൂറോപ്പിലും വൻ പ്രതിഷേധമാണ് ഇപ്പോൾ അരങ്ങേറുന്നത്. ഇറാനിലെ യുദ്ധം, ഫെഡറൽ ഇമിഗ്രേഷൻ എൻഫോഴ്സ്മെന്റ്, വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവ് എന്നിവ ഉൾപ്പെടെ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടിച്ചേൽപ്പിച്ച നയങ്ങൾക്കെതിരെ എന്ന് ആരോപിച്ചുള്ള നോക്കിങ്സ് റാലിയുടെ ഭാഗമായി ശനിയാഴ്ച വലിയ പ്രതിഷേധമാണ് അമേരിക്കയിലും യൂറോപ്പിലും ഉണ്ടായത്. യുഎസ് സംസ്ഥാനങ്ങളിലെ പ്രധാന നഗരങ്ങളിലും പ്രാന്തപ്രദേശങ്ങളിലും ചെറുപട്ടണങ്ങളിലും ജനക്കൂട്ടം ഒത്തുകൂടി. ലോസ് ഏഞ്ചൽസിലും ന്യൂയോർക്കിലും വലിയ മാർച്ചുകൾ നടന്നു. മിനസോട്ടയിൽ നടന്ന പ്രതിഷേധ പരിപാടിയിൽ ആയിരങ്ങൾ അണിനിരന്നു. ഏകദേശം 8.5 ദശലക്ഷം നിവാസികളുള്ള ന്യൂയോർക്ക് സിറ്റി മുതൽ 2004 ട്രംപിന് 66% വോട്ട് ലഭിച്ച കിഴക്കൻ ഇഡാഹോയിലെ 2000 താഴെ ജനസംഖ്യയുള്ള ഡ്രിക്സിൽ വരെ ആളുകൾ റാലിയിൽ പങ്കെടുത്തുവെന്നാണ് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നോക്കിങ്സ് റാലിയുടെ 3ാം ഘട്ടമായിരുന്നു ശനിയാഴ്ച ഉണ്ടായത്. നോക്കിങ്സ് റാലികളുടെ ആദ്യ 2 ഘട്ടങ്ങളിലായി ജൂണിൽ 5 മുതൽ 10 ലക്ഷത്തിലധികം ആളുകളും ഒക്ടോബറിൽ 70 ലക്ഷം ആളുകളും പങ്കെടുത്തതായി സംഘാടകർ തന്നെ വിലയിരുത്തുന്നുണ്ട്. ശനിയാഴ്ച 90 ലക്ഷം പേർ പങ്കെടുത്തതായാണ് സംഘാടകർ അവകാശപ്പെടുന്നത്. പ്രതിഷേധങ്ങൾ പൊതുവെ സമാധാനപരമായിരുന്നു. എന്നാൽ ചിലയിടങ്ങളിൽ അറസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ട്രംപിന് നമ്മളെ ഒരു സ്വേച്ഛാധിപതിയെ പോലെ ഭരിക്കണമെന്നുണ്ട്. എന്നാൽ ഇത് അമേരിക്കയാണ്. അധികാരം ജനങ്ങൾക്കുള്ളതാണ്, അല്ലാതെ രാജാക്കന്മാർക്കോ അവരുടെ കോടീശ്വര സുഹൃത്തുക്കൾക്കോ അല്ല എന്ന് സംഘാടകർ പറഞ്ഞു. എന്നാൽ പ്രതിഷേധത്തിന് യഥാർത്ഥ പൊതുജന പിന്തുണ ഇല്ല എന്നും ഇത് ഇടതുപക്ഷ ഫണ്ടിംഗ് ശൃംഖലയുടെ ഉൽപ്പന്നമാണ് എന്നുമാണ് വൈറ്റ് ഹൌസ് വക്താവിന്റെ പ്രതികരണം. ട്രംപിനെതിരായ പ്രതിഷേധം യൂറോപ്പിന്റെ വിവിധ നഗരങ്ങളിലും ഉണ്ടായി. ലണ്ടൻ, പാരീസ്, റോം തുടങ്ങിയ പ്രധാന നഗരങ്ങളിലാണ് പ്രതിഷേധങ്ങൾ നടന്നത്. ട്രംപ് ഭരണകൂടത്തിന്റെ പ്രധാന പ്രത്യേകത അതിന്റെ കടുത്ത ദേശീയതാപരമായ സമീപനമാണ്. അമേരിക്ക ഫസ്റ്റ് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കാട്ടി അദ്ദേഹം നടപ്പാക്കിയ നയങ്ങൾ യഥാർത്ഥത്തിൽ അമേരിക്കൻ ജനങ്ങളുടെ ജീവിതം കൂടുതൽ പ്രയാസകരമാക്കി എന്ന വിമർശനമാണ് ഉയരുന്നത്. ഫെഡറൽ ഇമിഗ്രേഷൻ എൻഫോഴ്സ്മെന്റിന്റെ കർശന നടപടികൾ അനേകം കുടുംബങ്ങളെ വേർതിരിക്കുകയും കുടിയേറ്റക്കാരെ ഭീതിയിലാഴ്ത്തുകയും ചെയ്തു. കുട്ടികളെ മാതാപിതാക്കളിൽ നിന്ന് വേർതിരിച്ച സംഭവങ്ങൾ ലോകമൊട്ടാകെ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചു. ഇത് മനുഷ്യാവകാശങ്ങളുടെ അടിസ്ഥാന തത്വങ്ങൾ തന്നെ ലംഘിച്ചതായി വിലയിരുത്തപ്പെട്ടു. അതേസമയം സാമ്പത്തിക രംഗത്ത് ട്രംപ് ഭരണകൂടം കൈക്കൊണ്ട ചില തീരുമാനങ്ങൾ അമേരിക്കൻ ജനങ്ങളുടെ ജീവിത ചെലവ് ഉയരാൻ പോലും കാരണമായി. വ്യാപാര യുദ്ധങ്ങൾ, പ്രത്യേകിച്ച് ചൈനയുമായി ഉണ്ടായ സംഘർഷങ്ങൾ ഇറക്കുമതി സാധനങ്ങളുടെ വില വർദ്ധിപ്പിച്ചു. ഇത് സാധാരണ ജനങ്ങളുടെ ദൈനംദിന ചെലവുകളെ നേരിട്ട് ബാധിച്ചു. തൊഴിലവസരങ്ങൾ വർദ്ധിച്ചുവെന്ന് ഭരണകൂടം പലപ്പോഴും അവകാശപ്പെട്ടുവെങ്കിലും സ്ഥിരതയുള്ള സാമ്പത്തിക വളർച്ചയിൽ വലിയ അനിശ്ചിതത്വം നിലനിന്നു പോകും. വിദേശ നയത്തിൽ ട്രംപ് സ്വീകരിച്ച ഏകപക്ഷീയമായ സമീപനം അമേരിക്കയുടെ പരമ്പരാഗത കൂട്ടുകെട്ടുകളെ പോലും ദുർബലപ്പെടുത്തി. നാറ്റോ പോലുള്ള സഖ്യങ്ങളിൽ അമേരിക്കയുടെ പങ്കിനെ കുറിച്ച് സംശയം ഉയർത്തിയത് യൂറോപ്യൻ രാജ്യങ്ങളിൽ അസ്വസ്ഥത സൃഷ്ടിച്ചു. ഇറാനുമായി ഉണ്ടായ സംഘർഷങ്ങൾ, പ്രത്യേകിച്ച് യുദ്ധഭീഷണി ഉയർത്തിയ നിലപാടുകൾ ആഗോള സമാധാനത്തിന് ഭീഷണിയായി മാറി. ഇത് ഇന്ധനവില മുതൽ ആഗോള സാമ്പത്തിക സ്ഥിരത വരെ ബാധിച്ചു. ട്രംപ് ഭരണകൂടം മറ്റു രാജ്യങ്ങൾക്കെതിരെ സാമ്പത്തികവും രാഷ്ട്രീയവുമായ സമ്മർദ്ദങ്ങൾ ചെലുത്തിയത് അമേരിക്കയ്ക്കു തന്നെ ഒരു തരത്തിൽ തിരിച്ചടിയായി എന്ന് വേണം പറയാൻ. വ്യാപാര പങ്കാളികളുമായി ഉണ്ടായ തർക്കങ്ങൾ അമേരിക്കൻ കർഷകരെയും ചെറുകിട വ്യവസായങ്ങളെയും ബാധിച്ചു. കയറ്റുമതി കുറഞ്ഞതോടെ നിരവധി മേഖലകൾ പ്രതിസന്ധിയിലായി. ഇതിന്റെ ഫലമായി സർക്കാർ സബ്സിഡികൾ വർദ്ധിപ്പിക്കേണ്ടി വന്നത് സാമ്പത്തിക ഭാരം കൂട്ടി. സാമൂഹ്യ രംഗത്തും അമേരിക്ക കൂടുതൽ വിഭജിതമായി. വംശീയത, മതവിഭജനം, രാഷ്ട്രീയ വൈരാഗ്യം എന്നിവ കൂടുതൽ രൂക്ഷമായി. ട്രംപിന്റെ പ്രസ്താവനകളും ട്വീറ്റുകളും പലപ്പോഴും ഈ വിഭജനങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തി. ഇത് ജനാധിപത്യ മൂല്യങ്ങൾക്കുള്ള വിശ്വാസം തന്നെ തകർത്തു എന്നതാണ് വിമർശകർ പോലും പറയുന്നത്. ഇന്നത്തെ പ്രതിഷേധങ്ങൾ ഒരു സാധാരണ രാഷ്ട്രീയ പ്രതികരണം എന്ന് മാത്രം വിലയിരുത്താൻ കഴിയുന്നവയല്ല. അതൊരു വലിയ മുന്നറിയിപ്പാണ്. ഭരണകൂടത്തിന്റെ നയങ്ങൾ ജനങ്ങളുടെ ജീവിതത്തെ എത്രത്തോളം ബാധിക്കുന്നു എന്നതിന്റെ തെളിവാണ്. യൂറോപ്പിലും അമേരിക്കയിലും ഒരേ സമയം ഉയരുന്ന പ്രതിഷേധങ്ങൾ ട്രംപ് ഭരണകൂടത്തിന്റെ അന്താരാഷ്ട്ര പ്രതിഫലനം വ്യക്തമാക്കുകയാണ്. ഡൊണാൾഡ് ട്രംപ് നയിച്ച ഭരണകാലം അമേരിക്കയെ കൂടുതൽ ശക്തമാക്കിയോ അതോ കൂടുതൽ വിഭജിച്ചോ എന്ന ചോദ്യമാണ് ഇന്ന് ലോകം ചോദിക്കുന്നത്. വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവും സാമൂഹിക സംഘർഷങ്ങളും അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളും എല്ലാം ചേർന്നപ്പോൾ അമേരിക്കയുടെ ആഗോള നേതൃസ്ഥാനം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഘട്ടത്തിലാണ് ഇന്ന് നിൽക്കുന്നത്. ജനാധിപത്യത്തിന്റെ ആത്മാവിനെ സംരക്ഷിക്കാൻ ജനങ്ങൾ തെരുവിലിറങ്ങുമ്പോൾ അതൊരു ഭരണകൂടത്തിനുള്ള ശക്തമായ മുന്നറിയിപ്പാണ്. അധികാരം ജനങ്ങളിൽ നിന്നാണ് വരുന്നത്. അതിനെ അവഗണിക്കുന്നവർക്ക് ചരിത്രം ഒരിക്കലും മാപ്പ് നൽകില്ല.